ഒരു മയ്യിത്തുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ കാണിച്ച രീതികൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിലുള്ളത് പോലെ മരിച്ചത് കേട്ട വേഗം പള്ളി കാണാൻ പറഞ്ഞേക്കുക, അവിടെ നബി സാഹിബൊക്കെ ഇവിടെ വരിക, ഒരു ഖുർആൻ ഓതുക, ഒരു പിന്നെ പ്രത്യേകമായി ദുആ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരുന്നുവോ? ഇതാണ് ചോദ്യത്തിൻ്റെ ആകത്തുക. ഏത് വിഷയം എന്ന പോലെ ഈ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ നമ്മുടെ മാതൃക. സ്വഹാബത്താണല്ലോ നബിയിൽ നിന്ന് അത് പഠിച്ച് ജീവിതത്തിൽ അമലാക്കി മാറ്റിയ ഒന്നാമത്തെ തലമുറ. നബി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ വഫാത്തായിട്ടുണ്ട്. അതിൽ നബി തങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്ത് നബി തങ്ങൾ വന്നിട്ടുണ്ട്. വരാത്തോടത്ത് സ്വഹാബിമാർ ഉണ്ടായിട്ടുണ്ട്. ചില മരണമൊന്നും ഒരു നബി അറിയിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ പള്ളി അടിച്ചു വായുന്ന സ്ത്രീ, ആ സ്ത്രീ രാത്രിയാണ് മരിച്ചത്. അപ്പം അവർ രാത്രി തന്നെ മറവ് ചെയ്തു. നമ്മളെ പോലെ ഒരു വൈകിട്ട് കുറെ സൂക്ഷിച്ചു വെക്കലില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ഓളെ കാണുന്നത്, എന്ത് പറ്റി ഓൾക്ക് ചോദിച്ചു. അപ്പം നബി ഓള് മരിച്ചല്ലോ. എന്താ എന്നോട് പറയാതിരുന്നത്? ഇനി അവർ കാര്യം നിസ്സാരമാക്കിയ പോലെ ഉണ്ടല്ലോ, ഇന്നെന്താ അറിയിക്കാതിരുന്നത്? അപ്പോൾ സാഹിബ് നബി രാത്രിയായത് നിങ്ങളെ ബുദ്ധിമുട്ടുകളെ നിലക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറ്റൂല. ഇവിടെ ഖബർ കാണിച്ചതാണ്. അപ്പോൾ ഖബർ കാണിച്ചു കൊടുത്തു. നബി അവിടെ പോയിട്ട് മയ്യിത്ത് നിസ്കരിച്ചു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ മദീനത്ത് വെച്ച് ആദ്യമായി വഫാത്തായത്. മക്കത്തിൽ ഹിജ്റ വന്ന് ഒരു മദീനത്തെത്തി. മദീനത്ത് വന്നതിന് ശേഷം ഒന്നാമതായി വഫാത്തായ സ്വഹാബി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ സ്വാഭാവികമായും മൂലക്ക് നാട് വിട്ടു വന്നവരാണ്, മുഹാജിരികളാണ്, ഇവിടെ അൻസ്വാരികളാണ്. അവിടെ ഒരു ഖബർസ്ഥാനൊന്നും ആയി വന്നിട്ടില്ല. അവിടെ ആദ്യമായി മരിപ്പുണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു മരണമാണല്ലോ. എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ലല്ലോ. നബി ഞങ്ങൾ അവിടെ വന്നു. നബി സാക്ഷിയായി. നബി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തു. സൈനബ നബിയുടെ മകൾ വഫാത്തായപ്പോൾ നബി സ്ത്രീയോട് കുളിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് നബി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നബി ഞങ്ങൾ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് അവരങ്ങനെ ആ മയ്യിത്ത് പരിപാലനം നിർവഹിച്ചത്. അപ്പം ഇങ്ങനെ നബിതങ്ങൾ സന്നിഹിതമായ മയ്യിത്തുണ്ട്, നബിയുടെ നേതൃത്വം കൊടുത്ത മയ്യിത്തുണ്ട്, നബി വരാതെ സ്വഹാബിമാർ വന്ന മയ്യിത്തുമുണ്ട്. നബിതങ്ങൾ പഠിപ്പിച്ച പ്രകാരം ഒരാൾ മരിച്ചാൽ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഫർളാണ്, ഫർള് കിഫായയാണ്, സാമൂഹ്യ ബാധ്യതയാണ്. മയ്യിത്ത് കുളിപ്പിക്കണം, അത് ഫർള് കിഫായയാണ്. മയ്യിത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കാൻ പ്രത്യേക ആൾ വേണമെന്നില്ല. ശരീരമാസകലം വെള്ളം എത്തിയാൽ തന്നെ കുളിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞു. മൊത്തം നനഞ്ഞു എന്നാൽ കുളിപ്പിക്കുക കഴിഞ്ഞു. മയ്യിത്തൊക്കെ എടുത്തിട്ട് ഒരു പൈപ്പ് പിടിച്ച് ഇങ്ങനെ വെള്ളം അടിച്ചാലും ഫർള് കഴിഞ്ഞു. നിർബന്ധമായ കുളി അത്രയേ ഉള്ളൂ. പിന്നെ പരിപൂർണമായ കുളിയാണ് സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് വലതു ഭാഗം കഴിയുക, ഇടതു ഭാഗം കഴിയുക എന്നൊക്കെ പറഞ്ഞത് അതിന് പരിപൂർണമായ കുളിയുടെ രൂപമാണ്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 2 കഫൻ ചെയ്യണം. കഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മയ്യിത്തിന്റെ ശരീരം മൊത്തം മറക്കണം. തുണി കൊണ്ടാകാം, ഇല കൊണ്ടാകാം, പുല്ല് കൊണ്ടാകാം, പേപ്പർ കൊണ്ടാകാം, എന്തുകൊണ്ടും പൊതിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അദ്ദേഹത്തിന് ഉടുത്ത ഒരു തുണി മാത്രം അദ്ദേഹത്തിന്, വേറെ തുണിയില്ല. ഇന്നത്തെ പോലെ കടയും ടെക്സ്റ്റൈൽസ് ഒന്നും ഇല്ലല്ലോ. ആരും തൽക്കാലം എടുത്തു കൊടുക്കാൻ ആയിരത്തുമാറ ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു തുണി 2 തുണിയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ മുസ്അബ് ഇബ്നു ഉമൈറിന് ആകെ അദ്ദേഹം ഉടുത്ത ഒറ്റ തുണിയേ ഉള്ളൂ, രണ്ടാമത് തുണിയില്ല. ആ തുണി കൊണ്ടാണ് കഫൻ ചെയ്യുന്നത്. അപ്പം തല മൂടിയാൽ കാല് പുറത്താണ്, കാല് മൂടിയാൽ തല പുറത്താണ്. അപ്പം സ്വഹാബ പറഞ്ഞു, നബി എന്താ ചെയ്യുക, കഫൻ തുണി തികയുന്നില്ല. അപ്പം നബി ഞങ്ങളെ ഒരു കാലം ചെയ്യുക, നിങ്ങൾ തല മുതൽ മൂടിക്കൊടി. കാലിനോട് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇൽഹർ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പൊര കെട്ട് മേയാൻ വേണ്ടി പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന വൈക്കോല് പോലത്തെ ഒരു പുല്ലുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് പുല്ലാണ് ഇൽഹർ. ആ പുല്ല് അവിടെ മദീനത്ത് വ്യാപകമായി. അപ്പം അത് കുറച്ച് അരിഞ്ഞുകൊണ്ടിരി, എന്നിട്ട് കാലിൻ്റെ ഭാഗത്ത് അത് വെച്ചാണ് കെട്ടിക്കൊടിയാറ്. തലയുടെ ഭാഗം മുതൽ തുണി കൊണ്ട് പൊതിഞ്ഞു, കാലിൻ്റെ ഭാഗത്ത് ആ പുല്ലും വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോയി മറവ് ചെയ്തത്. സുദീഖ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പഴയ തുണിയുണ്ട്, അത് നിങ്ങളൊന്ന് തിരുമ്പിട്ടാണ്. അത് തിരുമ്പി ഉണക്കി വൃത്തിയാക്കി വെച്ചാൽ ഞാൻ മരിച്ചങ്ങ് അതിൽ നിന്ന് കഫൻ ചെയ്താൽ മതിയാണ്. ഖലീഫയാണ്. അപ്പം പരിക്കാരം പറഞ്ഞു, അത് വേണ്ട വാപ്പ, വേറെ പുതിയതുണ്ട്, പുതിയ തുണി വേണ്ട, നമുക്ക് അതിൽ കഫൻ ചെയ്താൽ പോലെ. അത് വേണ്ട, അൽ ഹയ്യു അഹഖു ബിൽ ജദീദ്, പുതിയത് ജീവിച്ചിട്ടുള്ളോട്ടെ, ഒരിക്കലും പുതിയത് വേണ്ട, മരിച്ചോര് പന്തിരാ പുതിയത്. അവിടെ ജീവിച്ചിരിപ്പുള്ള ആളുകളാവട്ടെ പുതിയത് ഉപയോഗിക്കുന്നത്, എനിക്ക് പഴയത് മതി. ആ പഴയതാണ് അബൂബക്കർ സിദ്ദീഖിനെ കഫൻ ചെയ്യുക. അപ്പം കഫൻ ചെയ്യൽ നിർബന്ധമാണ്, ഫർള് കിഫായയാണ്. 3ാമത് നിസ്കരിക്കലാണ്. ഒരാളെങ്കിലും നിസ്കരിക്കുക നിർബന്ധമായിട്ട്. ഒരു കുട്ടി നിസ്കരിച്ചാലും മതി, ഒരു പെണ്ണ് നിസ്കരിച്ചാലും മതി, ഒരാണായാലും മതി, ഒരാൾ നിസ്കരിക്കുക. ഫർള് വിടാൻ അത്രയേ ഉള്ളൂ. തോന്നാൻ ആളുണ്ടോ, നല്ല കാര്യമാണ്. 4 മറവ് ചെയ്യുക, പുറത്തേക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുവാനും മയ്യിത്ത് വല്ല
ജന്തുക്കളോ മറ്റോ ബാന്തിക്കൊണ്ടു പോകാതിരിക്കാനും ആ മയ്യത്തിനെ അനാദരിക്കാതിരിക്കാനും ഒക്കെയാണ് മറമാടാൻ പറഞ്ഞത്. അതിന് പറ്റിയ ഖബർ കുഴിക്കുക, അതിൽ മറവ് ചെയ്യും. ഈ 4 കാര്യം നിർബന്ധമാണ്, സമൂഹത്തിലെ കടമയാണ്. പിന്നെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കടമുണ്ടെങ്കിൽ വീട്ടുക, വസിയത്തിന് നടപ്പാക്കുക, അതേപോലെ അവരുടെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ബന്ധുക്കളുടെ ബന്ധം നിലർത്തി പോവുക. ഇതൊക്കെ മക്കളോടും മറ്റു നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചതാണ്. അതല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മയ്യത്തുമായി ബന്ധപ്പെട്ട മഹാഭൂരിപക്ഷ കാര്യങ്ങളും നബിക്കോ സ്വഹാബത്തിനോ യാതൊരു പരിചയവുമില്ല. നമ്മുടെ നാട്ടിൽ മരിച്ചു കേട്ട വേഗം പോകൽ പള്ളിക്കാണ്. അവിടെ 4 മോദറ്റാളെ കൊണ്ടുവന്നത് ഓതി നിന്ന് തുടങ്ങി പോത്തങ്ങനെ. നബിതങ്ങളുടെ കാലത്ത് 1000-ലേറെ സ്വഹാബിമാർ വഫാത്തായിട്ട് ഒരു സ്വഹാബിയുടെയും മയ്യത്തിന് സമീപത്ത് നബിയോ സ്വഹാബത്തോ ഓതുകയോ ഓതാൻ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. അത് ആർക്കും എവിടെ അന്വേഷിക്കാം, അങ്ങനെ ഒന്നും കാണൂല. ഏത് ഉസ്താദുമാരോടും ചോദിക്കാം, ഏത് കിതാബിലും അന്വേഷിക്കാം. നബിയോ സ്വഹാബത്തോ ഏതെങ്കിലും മയ്യത്തിൻ്റെ തൽക്കാൻ പുറത്ത് നിന്നിട്ട് ഖുർആൻ എടുത്തോ അല്ലാതെയോ ഇഫുന്നോ ഏതെങ്കിലും രൂപത്തിൽ അവിടെ ഖുർആൻ ഓതിയത് ഉണ്ടോ ചോദിച്ചാൽ അത് കാണൂല. പിന്നെ നമ്മൾ ന്യായം പറയാം, ഖുർആൻ ഓതുമ്പോൾ റഹ്മത്ത് ഇറങ്ങൂലേ, അവിടെ റഹ്മത്ത് വേണ്ടേ, ഇതൊക്കെ നമ്മൾ ന്യായം പറയാണ്. ഇപ്പോൾ റഹ്മത്ത് നമുക്ക് എല്ലായിടത്തും വേണ്ടേ? എന്നാലും പീടി 2 മോദറ്റാളെ ഏൽപ്പിച്ചോളൂ, പീടി ഇങ്ങനെ ഓതാൻ അവിടെ റഹ്മത്ത് വേണ്ടേ? അത് മരിക്കാൻ കാത്തുക്കാൻ ആവശ്യം, പെരീ സ്ഥിരമായി 2 ആളെ ഏൽപ്പിച്ചോളൂ, പെരീ റഹ്മത്ത് ആയിക്കോട്ടെ, അതൊക്കെ ന്യായം പറയാണ്. അതേപോലെ പിന്നെ മയ്യത്ത് സ്പെഷ്യൽ പ്രാർത്ഥനകളാണ്. അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് പിന്നെ പണ്ടൊക്കെ ലാസ്റ്റ് മയ്യത്ത് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അതല്ല. ഇപ്പം മരിച്ചത് മുതൽ പിന്നെ ഓരോരുത്തരും വരുമ്പോൾ എന്നെ ഉസ്താദന്മാരൊക്കെ ഇതിങ്ങനെ അൽ ഫാത്തിഹ ഓതുക, ദ്വാരിക്ക പൈസ വാങ്ങിപ്പോവുക എന്നാണ് ഏർപ്പാട്. പണ്ട് ഒറ്റ വേണ്ടായിരുന്നത്, അപ്പോൾ ഒരു സ്ഥലം പൈസ ഇട്ടുള്ളൂ. ഇപ്പം ചില വിളവന്മാർ മനസ്സിലാക്കി എന്താ അപ്പം നമുക്ക് വേണ്ടപ്പത്. അപ്പോൾ ഓരോരുത്തർ ഓരോ നേരത്തെ വരും, ഓരോന്ന് വരുമ്പോൾ അൽ ഫാത്തിഹ എന്നാണ് പറഞ്ഞ് ദ്വാരിന്ന് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടും ചെയ്യും. അങ്ങനത്തെ സ്പെഷ്യൽ ദ്വാരില്ല. എന്നാൽ മയ്യത്തിന് വേണ്ടി ദ്വാരിലൂടെ ദ്വാരിക്കണം, നബി ഞങ്ങൾ ദ്വാരിച്ചിട്ടുണ്ട്. നബി ഞങ്ങൾ മയ്യത്തടുത്ത് വന്നാൽ നബി ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗഫിർ ലഹു, റബ്ബേ നീ പുറത്തു കൊടുക്കണേ. അബൂ സലമ മരിച്ചപ്പോൾ നബി ഞങ്ങൾ വന്നു, നബി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, പഠിച്ചോളെ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തെ സ്ഥാനം നീ ഉയർത്തണമേ എന്ന് തുടങ്ങി ഒരു 3-4 വാചകമാണ് നബി ഞങ്ങൾ ആകെ വരുന്നത്. നമ്മുടെ നാട്ടിൽ അത് പറ്റില്ല. ഇവിടെ മരിച്ചിട്ട് ഉസ്താദ് വന്നിട്ട് ഇത് മാത്രം ദ്വാരുന്നപ്പോൾ എൻ്റെ പുസ്തകം അങ്ങനെ പോയി, എന്തേ മുമ്പ് ദ്വാരിക്കാൻ ചോദിച്ചു. അപ്പം നബി ദ്വാരുന്ന ദ്വാ നമുക്കിത് ഒരു തൃപ്തിയാകുന്നില്ല, നമ്മുടെ നാടൻ ഭാഷ പോലെ പൊറലില്ലാന്ന് അറിയണം. അപ്പം മൂലയും തന്നെ അൽഫാത്തിയെ വിളിച്ചു ഒന്ന് നീട്ടി വലിച്ചു കുറച്ച് ദ്വാരിക്കുമ്പോഴാണ് എന്താ മുപ്പടെ ദ്വാ, എത്ര കൊടുത്താലും വേണ്ടില്ല മുതലാവുന്നത്. അതാണ് കച്ചവടം നടന്നത്. പിന്നെ ആ മയ്യത്ത് എടുക്കുമ്പോൾ സ്പെഷ്യൽ ദ്വാ, കൊണ്ടുപോകുന്ന ഉച്ചത്തിലുള്ള ദിക്റുകൾ മുതലെല്ലാം പിന്നെ വന്നതാണ്. നബിയോ സ്വഹാബത്തോ ചെയ്തിട്ടില്ല. മയ്യത്തിന് കൂടെ പോകുമ്പോൾ മരണത്തെപ്പറ്റി ഓർത്തും ചിന്തിച്ചും ആലോചിച്ചും ദുഃഖിച്ചും വിഷമിച്ചുമാണ് സ്വഹാബത്ത് പോയത്. ഒരു വർത്തമാനം പറയില്ല, ചിരിക്കലില്ല, ഒരു ശബ്ദം ഉയർത്തലില്ല. ചിരിച്ചപ്പോൾ പോലും സ്വഹാബ ചൂടായിനാണ്. മയ്യത്തിനൊപ്പം ചിരിക്കുക എന്താ കഥ വെച്ചിട്ട്? അത് മരണം ആലോചിക്കേണ്ട സമയമാണ്. അവിടെ ശബ്ദം ഉയർത്തലില്ല. തീ കൊണ്ടുപോകാൻ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. മയ്യത്തുണ്ടാകുമ്പോൾ അതിനൊപ്പം തീയുണ്ടാവും. ജാഹിലിയ്യ കാലത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാലും മറ്റു മതസ്ഥർ പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ അന്നുണ്ട് ജാഹിലിയ്യ കാലത്ത്, അതൊക്കെ നബി വിലക്കി. അതൊന്നുമില്ല. മയ്യത്തിനെ കൂടെ ശബ്ദം കൊണ്ടുപോകാൻ പറ്റൂല, തീ പാടില്ല. അതേപോലെ വാവിട്ട് കളിയിൽ അന്നത്തെ പണിയായിരുന്നു. മരണ വാർത്ത വിളിച്ചറിയിക്കൽ അന്നത്തെ വലിയൊരു ഏർപ്പാടായിരുന്നു. അന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യാൻ മരിച്ചാൽ ഇത്ര സ്ഥലത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചു പറയണം എന്ന് അന്ന് വസിയത്ത് ചെയ്യും. അന്ന് അതിന് പ്രത്യേകം ടീമുണ്ടായിരുന്നു, കൊട്ടേഷൻ ടീം പോലെ. അന്ന് ഇതിന് പ്രത്യേകം ടീം. അതുപോലെ നമ്മൾ ആരും പറഞ്ഞാൽ മതി ഏതൊക്കെ ഏരിയ പോകണം, എത്ര സ്ഥലത്ത് പോകണം, എന്തൊക്കെ വേണം എന്നൊക്കെ ആരും പറഞ്ഞു കൊടുത്താൽ അതിന് റേറ്റ് പറയും. അതിന് ഇത്ര ഉറുപ്പയുണ്ട്, ആ പൈസ കൊടുത്താൽ ബാക്കി പോലെ ആയിക്കോളും. ഒരു ടീം ഒന്നിച്ചിട്ട് വരും. ഇന്നലെ കുറേ ഒട്ടകപ്പുറത്ത് ഒരാൾ കയറിയിട്ട് ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ മരിച്ചെങ്കിൽ നേരെ ഇവിടെ ഈ അങ്ങാടിയിലോട്ട് വരും. ഈ അങ്ങാടി വന്നിട്ടാണ് തുടങ്ങുന്ന നിരോത്സല്. ഈ മരിച്ച ആളെ കുറേ മതഹാണ്ട് പറഞ്ഞിട്ട് എല്ലാം കൂടി നിരോധിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ ഒപ്പം നിരോധിച്ചു. എല്ലാം കൂടി നിരോധിച്ചപ്പോൾ അങ്ങനെയുണ്ടോ? ടീം നാളെ നിരോധിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കണവനും ഒപ്പം കൊടുക്കോ. ആ ഇവിടെ കുറേ ഒരു അരണിക്കൂർ നിരോധിച്ചിട്ട് പിന്നെ അവിടെ അടുത്ത സ്ഥലത്ത് പോകും. പിന്നെ അവിടെ പോയിട്ട് ഒരു നെരിമ്പിളിയും കൂട്ടും. അപ്പോൾ അവിടെയും ആൾക്കാർ അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഈ നെരിമ്പിളി നടക്കുക. അപ്പോൾ ആൾക്കൊക്കെ വലിയ പിഴവ്. അയാൾ മരിച്ചിട്ട് എത്ര സ്ഥലത്താണ് കരഞ്ഞത്, എത്ര ദിവസമാണ് കരഞ്ഞത്. അത് ആള് നിലവാരമനുസരിച്ച് ഇതിനൊക്കെ ഊക്ക് കൂടും. 8 ദിവസം ഒന്നാകെ കരഞ്ഞ മനുഷ്യന്മാർക്ക് ആ കാലത്തുണ്ട്. വലിയ പേരാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. അയാൾ മരിച്ചിട്ട് 8 ദിവസം നാട് മൊത്തം കരഞ്ഞു. സംഗതി പൈസ കൊടുത്താണ്, വേറൊന്നുമില്ല. അതിനായിട്ട് ടീമുണ്ടായിരുന്നു. നബി ഞങ്ങൾ വിരോധിച്ചു, പാടില്ല. അങ്ങനെ മരണ വാർത്ത അറിയിക്കേണ്ട ആവശ്യമില്ല. സ്വഹാബികളൊക്കെ മരിക്കുമ്പോൾ വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ച ആരോടും പറയുന്നത് വേണ്ട, ഈ ഗണത്തിൽ പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങൾ തമ്മിൽ അറിയിച്ചിട്ട് ഉള്ളൊരു നിസ്കരിച്ചാളി, അല്ല അങ്ങനെ നിങ്ങൾ പരക്കെ പറയേണ്ടെന്ന്. അത് ഈ വിരോധിച്ച മരണവാർത്ത അറിയിക്കൽ എന്നതിലേക്ക് പെട്ടുപോകുമോ എന്ന പേടി എനിക്കുണ്ട് എന്നുവരെ
സ്വഹാബിമാർക്ക് പലരും വസീത്ത് ചെയ്ത് കാണാൻ പറ്റും. അതിന് വേറെ രൂപമാണ് ഇപ്പം നാട്ടിൽ വണ്ടി കെട്ടി അങ്ങനെ നാട് മൊത്തം വിളിച്ചറിഞ്ഞു പോണത്. അതുപോലെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുന്നിടത്ത് ഖബറിൽ ഇറക്കിയ ശേഷമൊക്കെയുള്ള വ്യത്യസ്തമായ നമ്മുടെ നാട്ടിലുള്ള രീതികൾ, ഇതൊക്കെ അനാചാരങ്ങളാണ്. മുഖത്തെഴുതി വെക്കുക, പുറത്തെഴുതി വെക്കുക, മീസാങ്കല്ലും എഴുതി വെക്കുക, ഇതൊക്കെ മാറ്റിട്ടുണ്ട്. മുഖത്തെഴുത്ത് എന്ന് പറയണോ, മുഖത്തെഴുത്ത് 2 രൂപത്തിലാണ്. നാടന്മാർക്കാണെങ്കിൽ പാട്ട എഴുതി വെക്കുക. പഠിച്ചവനെ പോലെ മിസ്കീനാണോ, ഫക്കീറാണോ, പാപിയാണോ, മറ്റേ മോശമാണ് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അതാണ് നാടന്മാർക്ക് എഴുതി വെക്കുക. തങ്ങന്മാർക്കാണെങ്കിൽ ഓരോ പരമ്പരയിരിക്കും, സിൽസില. ഇയാൾ ഇന്നാളാണ്, വല്ല വാപ്പന്നാളാണ്, വല്യപ്പന്നാളാണ്, വല്യപ്പല വാപ്പന്നാളാണ്, നബി വരെ എത്ര പരമ്പര എഴുതി വെക്കും. അപ്പോൾ പിന്നെ മലക്ക് വരുമ്പോൾ ഇത് കണ്ടാൽ പിന്നെ വല്ലാതെ അവിടെ മെനക്കെടാൻ നിൽക്കേണ്ടതാണ്. ഇത് സാധാരണക്കാരല്ല, ഇത് തങ്ങളുടെ കുട്ടിയാണ്, അവിടെ ഇവിടെ എൻ്റെ കളി വേണ്ട. അപ്പോൾ അവിടെ പിന്നെ വളരെ ചോദ്യമൊന്നും ഉണ്ടാവില്ല. സ്വയമായിട്ട് അറിയാതെ വന്നവരാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് മുപ്പിൽ സ്ഥലം വിടുന്നതാണ് വരെ വെപ്പ്. ത്വരീഖത്തുകാരനാണെങ്കിൽ ത്വരീഖത്തിലെ സിൽസില എഴുതി വെക്കുക. ഇയാളെ ഷെയ്ഖിനാൾ, ഷെയ്ഖിനാൾ, അയാളെ ഷെയ്ഖിനാൾ എന്ന് പറഞ്ഞ മൊയ്തീൻ ഷെയ്ഖ് വരെ, അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ് വരെ, അല്ലെങ്കിൽ ഏതിലേക്കാണോ ആ ത്വരീഖത്ത് പോയി മുട്ടുന്നത് അതുവരെയുള്ള പരമ്പര എഴുതിയിട്ട് അതോടെ വെക്കും. അതും തന്നെ അയാൾക്കൊരു പ്രൊട്ടക്ഷനാണെന്നാണ്. കാരണം മുൻഗണനക്കീരോട് എൻ്റെ മുരീദീനെ ഫേടിഫെടുത്തരുത് എന്ന് പറഞ്ഞോ പറഞ്ഞ മൊയ്തീൻ ഷെയ്ഖ് മുൻഗണനക്കീരോട് വന്ന് ഓർഡർ എടുത്തിട്ടുണ്ട്, എൻ്റെ മുരീദാണോ ഓനെ പേടിപ്പിക്കാൻ പാടില്ല. അപ്പം മുരീദ തെളിവ് വേണ്ടേ, ആ തെളിവാണ് ഈ സിൽസില. അപ്പം മുൻഗണനക്കീര് വന്നാൽ എന്ത് വെച്ചാൽ ഇത് കാണിച്ചു നോക്കുക, ഞാൻ മൊയ്തീൻ ഷെയ്ഖിൻ്റെ ആളാണ്, ഇതാ അഡ്രസ്സ് ഉണ്ട്, എന്നായിക്കോട്ടെ സാരമില്ല, വന്നത് ക്ഷമിച്ചാലെന്ന് പറഞ്ഞിട്ട് മലക്കവിടുന്ന് പോകുന്നതാണ് ഇവരെ കണക്ക്. അതുപോലെ പുറത്ത് മീസാങ്കലിന് പുറത്ത് എഴുതി വെക്കുന്നു, ഖബറിൽ കെട്ടുയർത്തുന്നു. ഇതൊക്കെ പിൽക്കാലത്ത് വന്ന അനാചാരങ്ങളാണ്. പിന്നെ 3, 7, 14, 40 ആണ്ട് തുടങ്ങി പ്രത്യേകമായ ദിവസങ്ങൾ ആണ്ടറികായി കണക്കാക്കുക. അന്ന് പ്രത്യേകമായ പ്രാർത്ഥന, പ്രത്യേകമായ ഭക്ഷണങ്ങൾ, പ്രത്യേകമായ ചീരണികൾ, ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. നബി ഞങ്ങൾ തിരിച്ചാണ് പഠിപ്പിച്ചത്. ഒരാൾ മരിച്ചാൽ 3 ദിവസം അയൽവാസികളൊന്ന് ശ്രദ്ധിക്കണം ഓൻ്റെ വീട്ടിൽ നിന്നാണ്. കാരണം ഒരു പുതിയ ഭക്ഷണം കഴിക്കൂല, ഒരു വിഷമത്തിലേക്ക് ദുഃഖത്തിലേക്കും. അപ്പം നിങ്ങൾ അവിടെ പോയി ഭക്ഷണം കൊടുക്കുക. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു ഉഹദിൽ ഷഹീദായി. നബിൻ്റെ എളാപ്പാൻ്റെ മോനാണ്. കണ്ട നബിൻ്റെ അതേ രൂപമാണ് ജഅഫർ താനു. യാഫി മുത്താഫി മക്കളാണല്ലോ. പെട്ടെന്ന് ജഅഫറിനെ കണ്ടാൽ നബിയാണെന്ന് വിചാരിക്കും, നബിനെ കണ്ടാൽ ജഅഫറാണെന്ന് വിചാരിക്കും. ആ നിലക്ക് അവർ രണ്ടുപേരും തമ്മിൽ ഏകദേശം ഒരേ മുഖച്ഛായയാണ് ഉണ്ടായിരുന്നത്. ജഅഫർ അബീ ത്വാലിബിൻ്റെ അദ്ദേഹം ഉഹദിൽ ഷഹീദായി. അതിനുശേഷം നബി ഞങ്ങൾ ജഅഫറിൻ്റെ വീട്ടിലേക്ക് വന്നു. നബിൻ്റെ വന്നപ്പോൾ ജഅഫറിൻ്റെ ചെറിയ മക്കൾ പാന്ന് വിളിച്ചിട്ട് ഓടി വന്നതാണ്. അത്രയേറെ നബിയുമായി മുഖച്ഛായ സാദൃശ്യമുള്ളതായിരുന്നു ജഅഫർ ബിൻ അബീ ത്വാലിബ്. അദ്ദേഹം ഷഹീദായപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, ജഅഫറിൻ്റെ കുടുംബത്തിന് നിങ്ങൾക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കി. അവർക്ക് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ചിന്തയൊന്നും അല്ലല്ലോ, ഒരു വിഷമത്തിലാണ്, ഒരു വല്ലാത്ത പ്രയാസത്തിലാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അയൽവാസികളോട് കുടുംബക്കാരെ നബി പറഞ്ഞു, നിങ്ങൾ ഓലെ ശ്രദ്ധിക്കണം, ഒരു 3 ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ 3 ദിവസം അയൽവാസികളൊക്കെ പറഞ്ഞങ്ങനെ ശ്രദ്ധിക്കും. ഇവർ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് മതി, ഇല്ലേ ഓലക്ക് അപ്പുറത്തെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ഒന്ന് സമാധാനിപ്പിച്ച് സാരം ഞങ്ങൾ കഴിക്കി എന്ന് പറഞ്ഞ് ഓലുന്ന ആ വിഷമത്തിൽ നിന്നുപോലെ കരകയറ്റാനുള്ള പണി. ഇന്നിപ്പോൾ നേരെ തിരിച്ചാണ്. മരിച്ചാൽ അയൽവാസികൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ചക്ക് ഇവരാണ്ട് പറയാം, ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കണം, ഇങ്ങോട്ട് വന്ന് പോന്നോട്ടറിയാം, വൈകുന്നേരം ഇങ്ങോട്ട് പോയി, രാത്രി ഇങ്ങോട്ട് പോയി, ഇനിയിപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കണ്ടാന്ന്. നേരെ തിരിച്ച ഒരു ഇവിടുക്കുന്നിട്ട് എല്ലാം കൂടി ഇവിടെ തിന്നാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ചത് നേരെ വിരുദ്ധമാണ്. 3 കണ്ണോക്ക് നാമാട്ടൊരു പേര്, 3 കണ്ണു പോകും. അപ്പം അന്ന് പ്രത്യേകമായ ആഘോഷം അവൻ്റെ വീട്ടിൽ. ബാപ്പ അരിച്ച് ഉമ്മ അരിച്ചിട്ട് ഖബർക്ക് വെച്ച് 3 ദിവസം കണ്ണ് കൊഴിഞ്ഞു പോകുന്നാണ് പറയണത്. അപ്പം അന്ന് പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി, ബിരിയാണിയോ നെയ്ച്ചോറോ മന്തിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് കുറേ ആൾ വന്നിട്ട് കുറേ പാട്ടും പാടി ഈ ബിരിയാണി തന്നിട്ട് പോവുക. കണ്ണ് പോണ ദിവസം 7 പെട്ടിയെടുക്കല്, ഒരാഴ്ച ഒന്നാകെ പല കെട്ടി ഖുർആൻ്റെ അടുത്ത് പോകുന്നൂടെ. അത് അവസാനിപ്പിക്കുന്ന ദിവസമാണ് 7. കുറച്ചുകൂടി വലിയ കാര്യപ്പെട്ടിട്ടാണെങ്കിൽ 4 പീസൊക്കെ മാറ്റിട്ട് പണ്ട് ഒത്തുണ്ടായത്, ഇപ്പം അത്ര കാണില്ല. അത് വലിയ പേരാ. 4 പീസ ഓതിയാലിട്ടുണ്ടെങ്കിൽ അത് കാര്യപ്പെട്ട തറവാട്ടേര്, വലിയ കാരണന്മാർ, വലിയ ആജയന്മാർ ഒക്കെ ഉണ്ടാവുള്ളൂ. യാമം മുറിയാതെ ഓതിനൊക്കെ പറയും. 4 പീസ ഓതി എന്നാൽ വലിയ പേരാ നാട്ടിൽ. അതിന് വേണ്ടി അതൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫത്തുൽ മുഈൻ, പൊന്നാനിക്കാൻ സയ്യിദ് മഖ്ദൂം എഴുതിയ ഫത്തുൽ മുഈൻ, ആ ഫത്തുൽ മുഈനിന് വ്യാഖ്യാനമുണ്ട്. സയ്യിദ് ബക്കരി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ എഴുതിയ ഇആനത്തുൽ ത്വാലിബീൻ ബിശറഹി ഫത്തുൽ മുഈൻ അലി ബിഹാശിയത്തി ഫത്തുൽ മുഈൻ. ഫത്തുൽ മുഈന്റെ വ്യാഖ്യാനമായി എഴുതപ്പെട്ട ഇആനത്തുൽ ത്വാലിബീൻ എന്ന കിതാബ് 4 വാള്യമുള്ള കിതാബാണ്. നമ്മൾ എല്ലാ പള്ളി ദിവസവും ഉണ്ടാവും ഇആനത്തുൽ ത്വാലിബീൻ. ഇആനത്തുൽ ത്വാലിബീന് ചോദ്യമുണ്ട്. മക്കയിലെ അന്നത്തെ മുഫ്തിയോട് ചോദ്യമാണ്. മരിച്ച വീട്ടിൽ 3-നും 7-നും 14-നും 40-നും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഇത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കാൻ
ഭരണാധികാരിക്ക് അനുവാദമുണ്ടോ? അങ്ങനെ വിലക്കിയാൽ ആ വിലക്കിയതിന് ഭരണാധികാരിക്ക് കൂലി കിട്ടുമോ എന്നാണ് ചോദ്യം. അതിൽ നൽകിയ മറുപടി കാണാം. ഈ ചോദ്യത്തിന് പറയപ്പെട്ട കാര്യം ബിദ്അത്താണ്. അത് അങ്ങേറ്റം വെറുക്കപ്പെട്ട മുൻകറത്തായ ഖബീഹത്തായ അനാചാരമാണ്. അതുകൊണ്ട് യുസാബു വാലിൽ അംദി അലാ മൻഇഹാ, ഒരു ഭരണാധികാരി അത് തടയുകയാണെങ്കിൽ ആ തടഞ്ഞതിന് അയാൾക്ക് കൂലി കിട്ടും. ഇതൊന്നും ഈ നാട്ടിൽ പറ്റൂലാന്ന് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി നിയമം പാസാക്കിയാൽ അദ്ദേഹത്തിന് കൂലി കിട്ടും എന്ന് മാത്രമല്ല, ഇത്തരം സദ്യയിലേക്ക് ക്ഷണിച്ചാൽ അവിടെ പോകലും ആ ഭക്ഷണം കഴിക്കലും ഹറാമാകുന്നു. 3-ന്, 7-ന്, 14-ന്, 40-നൊക്കെ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണത്തിൽ ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കാൻ തന്നെ പാടില്ല, അത് ഹറാമാകുന്നു എന്ന് ഫത്വൽ മുഈനിന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീനിൽ നമ്മുടെ എല്ലാ പള്ളികളിലും ഉള്ള കിതാബാണ്. ഉസ്താദുമാരൊക്കെ പഠിക്കുന്ന റഫർ ചെയ്യുന്ന കിതാബാണ്. ആ കിതാബിലാണ് പറഞ്ഞത് അതിന് പോകാൻ പാടില്ല, അവിടെ പോയി ഭക്ഷണം കഴിക്കൽ ഹറാമാണ്. ആ കിതാബ് ഓതി കൊടുക്കാൻ അടിയിലാണ് ഉസ്താദ് അല്ലാ നമുക്ക് 7-ന് പോകാണ്ടില്ല, നമുക്ക് ഇന്നത്ര മതി, നമ്മൾ വന്നിട്ട് ബാക്കി ബസ് എടുക്കുക. നമ്മൾ ആലോചിച്ചോ എവിടെ എത്തി സമൂഹം. ഞാൻ ഈ പറഞ്ഞൊക്കെ ഉസ്താദുമാർക്ക് വേണ്ടിയാണ്. ഈ റെക്കോർഡെങ്കിലും ഇനി ഭാവിയിൽ ആരും കേൾക്കുകയാണെങ്കിൽ അത് അങ്ങനെയൊക്കെ കിതാബിൽ ഉണ്ടാകുമോ, അത് ആ വഹാബി വെറുതെ പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഒന്ന് മറച്ചു നോക്കി. അതിപ്പോൾ അയാൾക്കത്ര വലിയ വീഴൊന്നുമില്ല, അയാൾ കണ്ടമുണ്ടം പഠിച്ച് പറയിക്കും എന്നൊക്കെ വിചാരിച്ചോളി. എന്തിനും ആ കിതാബ് ഒന്ന് മറച്ചു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടോ നോക്കി, ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യണമൊക്കെ ശരിയാണോ എന്ന് ഒരു ആത്മപരിശോധന നടത്തണമെന്നാണ് സൂചിപ്പിക്കുക. അങ്ങനത്തെ ഏർപ്പാടേ ഇല്ല. മരിച്ചാൽ 3 ദിവസം ദുഃഖം ആചരിക്കാം, അതിലേറെ പാടില്ല എന്നാണ്. 3 ദിവസത്തിലേറെ ദുഃഖം ആചരിക്കാൻ പാടില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് മാത്രമാണ് ഇളവ്. 4 മാസം 10 ദിവസവും ആ ഭാര്യയ്ക്ക് ഇദ്ദ ഇരിക്കാം, ദുഃഖമാചരിക്കാം, അല്ലാത്ത ഒരാൾക്കും പാടില്ല. നബി തങ്ങളുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ പിതാവ് മരിച്ചപ്പോൾ 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം അവർ ഒരു സുഗന്ധം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാൽ അതിങ്ങനെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു എനിക്ക് സുഗന്ധം ആവശ്യമുണ്ടായിട്ടല്ല, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് 3 ദിവസത്തിനപ്പുറം ദുഃഖമാചരിക്കാൻ പാടില്ല. ആ 3 ദിവസം കഴിഞ്ഞു, അപ്പം ഞാൻ ഇനി ദുഃഖമാചരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് എന്ന് അവർ മാതൃകയായി കാണിച്ചു കൊടുത്തത് പോലും കാണാൻ കഴിയും. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ പണിക്ക് പോയിക്കോളാം. 4-ാമത്തെ ദിവസം മുതൽ മക്കൾ പണിക്ക് പോട്ടെ, ജോലിക്ക് പോട്ടെ, സ്കൂളിൽ പോട്ടെ, കോളേജിൽ പോട്ടെ, പിന്നെ അങ്ങനെ വാപ്പരിച്ചതുമായിട്ട് ഉടനെ പരിഹരിക്കാൻ പാടില്ല എന്നാണ്. 3 ദിവസം ദുഃഖമുണ്ടാകും. ആ 3 ദിവസം അയൽവാസികളും മറ്റും വന്നിട്ട് സമാധാനിപ്പിക്കുക, ആ തഅസിയത്ത്. അതും ഒരു ഏർപ്പാടാകാനൊന്നും പറ്റില്ല. തഅസിയത്തിന് കത്തടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതല്ല. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. ലൊക്കേഷൻ വരെ അയച്ചു, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇത്ര ദിവസം ഉണ്ടാവും, ഇന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ പ്രത്യേക ആൾ വന്നിട്ട് തഅസിയത്ത് ഒരു ഫെസ്റ്റ് പോലെ നടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതല്ല, തഅസിയത്ത് സമാധാനിപ്പിക്കണം. 3 ദിവസം കുടുംബക്കാരും അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ വന്ന് സമാധാനിപ്പിച്ചാലല്ല. അങ്ങനത്തെ എല്ലാവർക്കും വേണ്ട മരിക്കുക, നമ്മളൊക്കെ അങ്ങനെ തന്നെ പോകാനുള്ളതല്ലേ, നിങ്ങൾ സാരല്ല, ഭക്ഷണം കഴിച്ചോ, എന്താ വേണ്ടിയൊക്കെ ചോദിച്ചു സമാധാനിപ്പിച്ച് ആ ദുഃഖത്തിൽ പങ്കുചേരുക, അതാണ് തഅസിയത്ത്. ഏതായിരുന്നാലും ഏറ്റവും അധികം അനാചാരങ്ങൾ, ഏറ്റവും അധികം ബിദ്അത്തുകൾ നമ്മുടെ നാട്ടിൽ നടമാടുന്നത് മരണവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസുൽ അസ്ർ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച മഹാനായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, ഈ ക്രിസ്തുവർഷം 1999 അദ്ദേഹം വഫാത്തായത്, 27 കൊല്ലം മുമ്പ്. ഈ കാലഘട്ടത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ. അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം കിതാബ് എഴുതി, അഹ്കാമുൽ ജനായിസി വ ബിദ്അഉഹാ എന്ന പേരിൽ. മയ്യിത്തുമായി ബന്ധപ്പെട്ട വിധികളും ആ രംഗത്തുള്ള ബിദ്അത്തുകളും എന്ന പേര് അദ്ദേഹം ഒരു കിതാബ്, 8 വാള്യമുള്ള കിതാബ്. ആ കിതാബിൽ അദ്ദേഹം മയ്യിത്തുമായി ബന്ധപ്പെട്ട് ലോകത്ത് മൊത്തം നടക്കുന്ന അദ്ദേഹം അറിഞ്ഞ ബിദ്അത്ത് മൊത്തം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടില്ല, ഇവിടുത്തെ പല മുമ്പ് അറിയില്ല, അത് വല്ല കിതാബിലില്ല. അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം അറിഞ്ഞ ലോകത്ത് പലയിടത്തുമുള്ള ബിദ്അത്തുകൾ, അത് അദ്ദേഹം 243 ബിദ്അത്ത് എന്നീ പറയുന്നുണ്ട് മയ്യിത്തുമായി ബന്ധപ്പെട്ട്. ജനാസ വിഷയത്തിൽ മാത്രം ഇത് നടക്കുന്ന 243 ബിദ്അത്തുകൾ അദ്ദേഹം അത് ലിസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ ആയുടെ കൊടുത്താൽ അത്രയും കൂടി ചേർക്കാണോ അഭിനയിക്ക്. അദ്ദേഹത്തെ ശിഷ്യൻ മഷ്ഹൂർ ഹസൻ സൽമാൻ അദ്ദേഹം മറ്റൊരു കിതാബ് എഴുതി, ഖാമൂസുൽ ബിദ്അ, ബിദ്അത്ത് ഡിക്ഷണറി. ലോകത്തെ ഏതൊക്കെ നാടുകളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ എന്തെല്ലാം ബിദ്അത്തുണ്ട് അതൊക്കെ പാടെ ക്രോഡീകരിച്ചുകൊണ്ട് അതേ കിതാബാക്കി. അത് മൊത്തം വലിയ കട്ടിയുള്ള ഒരു കിതാബാണ്. ഒരു 32,000-3000 പേജുള്ള വലിയ കട്ടിയുള്ള ഒരു കിതാബിൽ കംപ്ലീറ്റ് ബിദ്അത്തുകൾ.
ഇത് ബിദ്അത്താണ്, എവിടെയാണ്, ഏത് കിതാബിലാണ് പറഞ്ഞത്, എവിടെ പറഞ്ഞത്, ആരാ പറഞ്ഞത്, അതടക്കം ഇങ്ങനെ അതിൻ്റെ സോഴ്സ് അടക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖാമൂസുൽ ബിദ്അ. കുറച്ചുകൂടെ ബാക്കിലേക്ക് പോയാൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് വലിയ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന് കിതാബുണ്ട് ലതായിഫുൽ മആരിഫ്. ലതായിഫുൽ മആരിഫ്, അതിൽ ഓരോ മാസം നടക്കുന്ന ബിദ്അത്ത് അദ്ദേഹം പ്രത്യേകം എണ്ണിപ്പറയാണ്. മുഹറം, സഫർ, റബീഉൽ ഓരോ മാസം എടുത്തിട്ട് ആ മാസം നടക്കുന്ന ബിദ്അത്തുകൾ ഇങ്ങനെ എണ്ണിപ്പറയാണ്. അതേപോലെ സൗദി അറേബ്യയിൽ ജീവിച്ചു പോയ അല്ലാമ തുവൈജി റഹിമഹുല്ലാഹ് അതിൻ്റെ കിതാബുണ്ട് അൽ ബിദ്അഉൽ ഹൗലിയ്യ. ഒരു വർഷത്തെ മൊത്തം ബിദ്അത്തുകൾ, ഒരു കൊല്ലത്തിൽ മൊത്തം നടക്കുന്ന ബിദ്അത്തുകൾ എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്ത ഒരു കിതാബുണ്ട്. 400കളിൽ ഇമാം അബൂബക്കർ തുർത്തുശി റഹിമഹുല്ലാഹ് അദ്ദേഹം കിതാബ് എഴുതി അൽ ഹവാദിസ് വൽ ബിദ്അ, പുത്തനാചാരങ്ങളും ബിദ്അത്തുകളും എന്ന അദ്ദേഹം കിതാബ് എഴുതിയിട്ട് ആ കാലത്തുള്ള ചിലതൊക്കെ അദ്ദേഹം ക്രോഡീകരിച്ചു. അതിനു മുമ്പ് ആദ്യമായി വിശുദ്ധ കിതാബ് എഴുതിയതാണ് ഇബ്നു വല്ലാഹുൽ ഖുർത്തുബി റഹിമഹുല്ലാഹ്. അദ്ദേഹമാണ് ആദ്യം ബിദ്അത്ത് വിശുദ്ധ കിതാബ് എഴുതിയ ആൾ. ഇബ്നു വല്ലാഹ് ഹിജ്റ 200കളിൽ, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ചത്. വല്ലാഹിന്റെ മകൻ ഇബ്നു വല്ലാഹ് അദ്ദേഹം ഒരു കിതാബ് എഴുതുകയും അദ്ദേഹത്തിന്റെ കാലത്തുള്ളതും അദ്ദേഹം കണ്ടുപിടിച്ച ഉസ്താദുമാരെ പറഞ്ഞു കൊടുത്തതുമായ ബിദ്അത്തുകളെയാണ് അദ്ദേഹം അതിൽ എതിർക്കുന്നത്. അതാണ് ആദ്യമായി ചരിത്രത്തിൽ ബിദ്അത്തിനെതിരായി എഴുതപ്പെട്ട കിതാബ് 1200 കൊല്ലങ്ങൾക്ക് മുമ്പ്. അവിടെ ഇങ്ങോട്ട് പലരും പിന്നെ ആ വഴി സ്വീകരിച്ചു പോകുന്നു എന്നർത്ഥം. ഏതായിരുന്നാലും ഏറ്റവും അധികം അനാചാരങ്ങൾ നടമാടുന്ന മേഖലയാണ് മരണവുമായി ബന്ധപ്പെട്ടത്. അവിടേക്ക് നമ്മൾ സുന്നത്ത് എന്താണ് ഇത് പഠിക്കുകയും നബിയുടെയും സ്വഹാബത്തിനെയും മാതൃക അന്വേഷിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും നമ്മുടെ മയ്യത്തുമായി ബന്ധപ്പെട്ട അത്തരം ബിദ്അത്തുകൾ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരായ വസിയത്തുകൾ പോലും പറഞ്ഞു വെക്കുകയും വേണം. ഇപ്പോൾ സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്, മയ്യത്തിന് വേണ്ടി മറ്റുള്ളവർ വാവിട്ട് കരഞ്ഞാൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്ന അധ്യായം. മയ്യത്തിന് വേണ്ടി മറ്റുള്ളവർ വാവിട്ട് നിലവിളിച്ചാൽ മയ്യത്തിന് അലാബുണ്ടാകും എന്നൊരു ബാബ്, ഒരു അധ്യായം തന്നെ സ്വഹീഹ് ബുഖാരിയിലുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടാവോ ഒരു മാറാൾ കരഞ്ഞൊരു മയ്യത്തിന് ശിക്ഷ? അവിടെ 2 വിശദീകരണമാണ് നൽകപ്പെട്ടത്. ഒന്ന്, പഴയ കാലത്ത് രീതി ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി വാവിട്ട് കരയണം എന്ന് വസിയത്ത് ചെയ്തിരിക്കുന്ന പരിപാടി പഴയ കാലത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വസിയത്ത് രേഖപ്പെടുത്തി വെച്ചാൽ അവരെ പറ്റിയാണ് ഈ പറഞ്ഞത്, അങ്ങനത്തെ ഒരു ശിക്ഷ ഉണ്ടാവും. 2, ഒരാൾ മരിച്ചാൽ അങ്ങനെ വല്ലതും നടക്കുമെന്ന് അറിയുമെങ്കിൽ അത് നടക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു വെക്കണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾ പറഞ്ഞിട്ട് മറ്റൊന്നും നടത്തി നമ്മൾ ഉത്തരവാദിത്തമില്ല. ഞാൻ മരിച്ച എന്നതൊന്നും വേണ്ട, അവിടെ അങ്ങനെ ഖുർആൻ ഓതണ്ട, അവിടെ പ്രത്യേകമായ ബിദ്അത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെച്ചു, എന്നിട്ടും ബാക്കിയുള്ളത് ചെയ്തു. അപ്പോൾ ഓർക്കേ കിട്ടുള്ളൂ, നമുക്ക് മയ്യത്തിനില്ല. ഇതൊക്കെ ഉണ്ടാവുന്ന അറിഞ്ഞിട്ടും അതൊന്നും നമ്മൾ പറഞ്ഞില്ല, അതിനെപ്പറ്റൊന്നും പ്രത്യേകം സൂചിപ്പിച്ചില്ല. നമ്മളങ്ങനെ മരിച്ചുപോയി, ഓരൊക്കെ ചെയ്തും ചെയ്തു. നമുക്കറിയാമായിരുന്നു ഞാൻ മരിച്ചതൊക്കെ നടക്കും. അപ്പോൾ ഓരും കൂടി പങ്കുണ്ട്, അപ്പോൾ അവനും ശിക്ഷയ്ക്ക് അർഹനാണ് എന്നാണ് ആ റിപ്പോർട്ട് ഹദീസ് വിശദീകരിക്കുമ്പോൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞതായി ഇബ്നു ഹജർ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയ അഭിപ്രായമായി നമുക്കിത് കാണാം. ഏതായിരുന്നാലും വലിയ ജാഗ്രത രംഗത്ത് നമുക്ക് പാലിക്കണം. ഇത്തരം ബിദ്അത്തുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങേയറ്റത്തെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകുകയും ആവശ്യമായ മുൻകരുതലുകൾ, ആവശ്യമായ താക്കീതുകൾ മക്കൾക്ക്, കുടുംബത്തിന് നൽകുകയും ചെയ്യൽ കൂടി ബാധ്യതയാണ് സൂചിപ്പിക്കുന്നു. ഹാദാ വല്ലാഹു അഅലം.